മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. മക്കളിക്ക് സുഖമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നമുക്ക് വിശ്വസിക്കുന്നു. മക്കളുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എൻ്റെ മക്കളെ എന്നും രാവിലെ ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഒരു 10 എണ്ണം മേലും നിലത്ത് കിടക്കും. എന്തോ ചെയ്യാനാന്ന് പറ. ഒരെണ്ണം പോലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല ഇപ്പം. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ, അപ്പോഴും ഇങ്ങനെ ആകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇപ്പം ഇറങ്ങി ഒരുമാതിരി ആയതൊക്കെ അത് പരുവാകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എടുക്കുക. അല്ല വേറെ എന്ത് ചെയ്യാൻ, ഒന്നും തരത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പം ഇതെന്താ തരാത്തത്, എന്ത് പറ്റിയെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ബാ. എൻ്റെ മക്കളെ ഇന്നലെ വൈകിട്ട് നോക്കുമ്പോഴേ ഇത് ചെടിയിൽ നിൽക്കുന്നതാ കണ്ടത്. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ നിലത്ത് കിടക്കുന്നു. എന്തോ ചെയ്യാനാന്ന് പറ. പഴുക്കാനേ വിടത്തില്ല. ഒരെണ്ണം പോലും നമുക്ക് നല്ല പഴുപ്പ് രേഖ വന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അത്ര ഒരു ബുദ്ധിമുട്ടാണ് ഈ കിളിയെ കൊണ്ട്. കുരുവി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓടിച്ചാലും അത് പോകുകയില്ല, പിന്നെ അത് വന്ന് കൊത്തിക്കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ തക്കാളി കൊണ്ട് നമുക്കൊന്നും പഴുപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, പഴുപ്പ് രേഖ വന്നതൊന്നും ഇനി ഇവിടെ നിർത്തുന്ന പരിപാടിയായില്ല കേട്ടോ. നാളെ വരുമ്പോഴത്തേക്ക് പാതി കടിച്ച് നിലത്ത് കിടക്കുന്ന കാണാം. അതുകൊണ്ട് നിർത്തുന്നില്ല. പഴുത്തതും പഴുക്കാത്തതും പഴുപ്പ് രേഖ വീണതും എല്ലാം ഞാൻ ഇനി പറിച്ചു കേട്ടോ. അപ്പൊ ഇത്ര എണ്ണം പറിച്ചിട്ടുണ്ട്. പറിച്ചതിൽ നോക്ക് പാതി എണ്ണം നല്ല പഴുപ്പായതേ അല്ല കേട്ടോ. ചെറിയ രീതിയിൽ ഒരു പഴുപ്പ് രേഖ വന്നതും അത് എല്ലാം ഞാൻ ഇങ്ങനെ പറിച്ചെടുത്തു മക്കളെ കേട്ടോ. മണിമണിയായി പഴുത്ത് കിടക്കുന്നു കേട്ടോ. ചോക്ലേറ്റ് ഉണ്ട്, നല്ല യെല്ലോ കളർ ഉണ്ട്. അടുത്ത ഐറ്റം എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. എത്ര വെറൈറ്റി ഉണ്ട്, എന്നെ കളറുണ്ട്, എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് നോക്കി പറിച്ചുകൊണ്ട് വരാം. ഇതും വിളഞ്ഞത് നോക്കി വേണം പറിക്കാൻ, അല്ലെങ്കിൽ എല്ലാം പൊട്ടെല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ലല്ലോ. പിന്നെ മുളക് ഐറ്റംസ് ആയതുകൊണ്ടേ ഇത് പിന്നെ കിളി കൊണ്ടുവന്ന് നമ്മൾ പേടിക്കണ്ട. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ക്യാപ്സിക്കം ഞാൻ നോക്കിയപ്പം അതിനത്ര എരിവില്ലല്ലോ. അണ്ണാനിരുന്ന് പൊളിച്ച് തുറന്ന് വെച്ചിട്ട് അകത്തെ ആ വിത്ത് മുഴുവനും തിന്ന് തീർത്തു കേട്ടോ. എനിക്ക് അതിശയം തോന്നി. നിന്ന നിപ്പില് ക്യാപ്സിക്കം കാണാനില്ല. വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം ഞാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. കാന്താരി തന്നെ 2 കളറിലത്, പർപ്പിൾ വിത്ത് ലൈറ്റ് യെല്ലോ. പല കളറിലും കാന്താരി തന്നെ എന്റെ ഉണ്ട് കേട്ടോ മക്കളെ. കളർ കണ്ടില്ലയോ, നല്ല അടിപൊളി കളറല്ലേ. പച്ചയുണ്ട്, മഞ്ഞ വിത്ത് പർപ്പിൾ ഉണ്ട്, മഞ്ഞ തനിയുണ്ട്. ഇത് നല്ല പച്ചക്കാന്താരിയാ കേട്ടോ, നല്ല വലിപ്പമാണ്. മുളക് കണ്ട പല വെറൈറ്റി ഇനിയുണ്ട് കേട്ടോ പറിക്കാൻ ഒത്തിരി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി പറിക്കാമെന്ന് വിചാരിച്ചിട്ടാ. കുറച്ചിട്ട് ഞാൻ കയറി പോരുന്നു. ഇതെല്ലാം ഇപ്പൊ ഇനി ഒരു സ്ഥാനത്താക്കട്ടെ കേട്ടോ. ബീൻസ് ഒരു കെട്ട് കൊണ്ടുപോയി വെച്ചു. അടുത്ത ഒരു കെട്ട് ഇതിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. പച്ചത്തക്കാളി തോരൻ വെക്കാൻ വേണ്ടി പറിച്ചു. എല്ലാം കളർ ആദ്യംസ് മുട്ടായികളെല്ലാം റെഡിയായി കിടക്കുന്നു. നമ്മളിനി ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് ബാക്കി പറിക്കാം. ഈ ബാക്കി കവറിൽ കുറച്ച് ബ്രൊക്കോളി ഉണ്ട്, പച്ചത്തക്കാളി ഉണ്ട്, ബീൻസ് ഇത്രയുണ്ട്. കുറേ തക്കാളി പഴുത്തത്, കുറച്ച് പഴുക്കാത്തത്. എന്തിനാന്ന് ചോദിച്ചാൽ പറിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും ഇന്നത്തെ വിളവെടുപ്പ് കണ്ടോ. കുടഞ്ഞിട്ടാ പിന്നെ അത് വാങ്ങണം എന്ന് വിചാരിച്ചാൽ ഇത് തന്നെ ഞാൻ വെച്ചത് കേട്ടോ. വിളവെടുപ്പ് തീർന്നില്ല മക്കളെ, തീർന്നില്ല. ഇനിയുണ്ട് ഇനി ഒരു കവറൂടെ പറിച്ചതിരിക്കുന്ന എടുത്തിട്ട് വരട്ടെ. പച്ചമുളക് പല വെറൈറ്റി ഉണ്ട്. ഇത് വേറൊരു വെറൈറ്റി കേട്ടോ. മുളകും ഇതിനകത്തോട്ടാണ് ഞാൻ വെച്ച് ചെയ്യാൻ. അവിടെ ഇരിക്കട്ടെ, എല്ലാം മേളിൽ കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.